ഹലോ ഫ്രണ്ട്സ്, ഗ്രേറ്റസ്റ്റ് ഓഫ് ഓൾ ടൈം മൂവിയിൽ ആക്ട് ചെയ്ത ആക്ട്രസ് പാർവതി നായരി ഒരു മാഗസീനിൽ ഇൻ്റർവ്യൂ കൊടുത്തായിരുന്നു. ആ ഇൻ്റർവ്യൂവിൽ പറഞ്ഞ കാര്യങ്ങൾ കേട്ടപ്പോൾ നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്ന എല്ലാം തന്നെ ഉണ്ട് എന്ന് വ്യക്തമായി. എന്തൊക്കെയാണ് പറഞ്ഞതെന്ന് നോക്കാം. അപ്പോൾ നേരെ വീഡിയോയിലോട്ട് പോകാം. പാർവതി നായർ ഗോട്ടിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത്, ഈ പടം ഒരു പക്ക ഇൻട്രസ്റ്റിംഗ് ഒരു എക്സ്പെരിമെൻ്റൽ പടമാണ്, ഫുൾ ഓൺ ഒരു എക്സ്പെരിമെൻ്റൽ പടമാണ് എന്നും അതിൽ മിക്സ്ഡ് ആക്കി തന്നെ ആക്ഷൻസും ത്രില്ലർ എലമെന്റ്സും ഉണ്ടാകുന്നതായിരിക്കുമെന്നും പറഞ്ഞിട്ടുണ്ട്. നമ്മൾ വിചാരിക്കാത്ത പോലെയുള്ള ട്വിസ്റ്റ് ആൻഡ് ടേൺസും ഈ പടം കാണാൻ പോകുമ്പോൾ അടുത്ത് എന്ത് നടക്കും ഒരു ആകാംക്ഷയിൽ ഇരുത്തിക്കുന്നൊരു പടവുമാണ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. എന്തായാലും പടത്തിൻ്റെ ഫുൾ ഷൂട്ടിംഗ് എന്ന് ഇതുവരെ കഴിഞ്ഞിട്ടില്ല. സ്ക്രിപ്റ്റ് മാത്രം കേട്ടിട്ടാവും ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടാവുക. അപ്പോൾ സ്ക്രിപ്റ്റിൽ തന്നെ ഇങ്ങനെയൊക്കെ ഉണ്ട് എന്ന് പറയുമ്പോൾ തന്നെ നമുക്കൊരു ഹൈപ്പ് ക്രിയേറ്റ് ആകുന്നുണ്ട്. പക്ഷേ ഓവറായിട്ട് എക്സ്പെക്റ്റ് ഏതൊരു പടവും ചെയ്യാൻ പാടില്ല. അതുകൊണ്ട് തന്നെ ഇതൊക്കെ പറഞ്ഞാൽ തന്നെ ഒരു ഓവറായിട്ട് എക്സ്പെക്റ്റ് ചെയ്ത ഒരു മിഡിൽ ഹൈപ്പ് തന്നെയാണ് ഈ പടവും കാണാൻ പോകുന്നത്. അപ്പോൾ എന്തായാലും ഉണ്ട് എന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും ഒരു അടിപൊളി സംഭവം തന്നെയായിരിക്കും. കാരണം ഇങ്ങനൊരു ത്രില്ലർ എലമെൻസും എക്സ്പെരിമെൻ്റൽ പടമായതുകൊണ്ട് ത്രില്ലർ എലമെൻസൊക്കെ എല്ലാം കൂടി കൂടിച്ചേർത്ത് പക്കയാക്കിയാൽ ഒരു പക്ക പടം തന്നെ കിട്ടും. എല്ലാം വർക്കാകണം, അത് മാത്രമാണ് നോക്കുന്നത്. എന്തായാലും ദളപതി വിജയ് ഒരു ത്രില്ലർ പടമൊക്കെ ചെയ്യുക എന്ന് പറഞ്ഞാൽ അത് വേറെ ലെവലാകും. എന്തായാലും കാത്തിരുന്ന് നോക്കാം, അപ്ഡേറ്റ്സ് ഒക്കെ വരട്ടെ, എന്നാലും മാത്രം നമ്മൾ കൃത്യമായിട്ട് പറയാൻ സാധിക്കത്തുള്ളൂ. എന്തായാലും ഈ ആക്ട്രസ് ഇതിൽ ആക്ട് ചെയ്താണ്, അവരാണിത് പറഞ്ഞിരിക്കുന്നത്. ഒരു മാഗസീൻ കൊടുത്ത ഇൻ്റർവ്യൂ ആണ് ഇതൊക്കെ പറഞ്ഞിരിക്കുന്നത്. അപ്പം നിങ്ങൾക്ക് എന്താണ് ഇതിനെക്കുറിച്ച് തോന്നുന്നത്? തീർച്ചയായിട്ടും അഭിപ്രായം അറിയിക്കുക. അതുപോലെ തന്നെ ലൈക്ക് ഷെയർ ചെയ്തിടുക. സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യവും ബെല്ലേക്ക് കാണുന്ന കാര്യവും പരിഗണിക്കുക. അടുത്ത വീഡിയോയിൽ കാണാം.